Good evening all. എല്ലാവർക്കും LSGD A ഫൗണ്ടേഷൻ കോഴ്സ് ഡേ 5 ആൻഡ് ഫൈനൽ ഡേ സെഷനിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മൾ സെഷൻ നടത്തുന്നുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഡേ വാസ് ടു ഫ്രഷേഴ്സ് who are just starting to prepare for LSGD A exams. ആൻഡ് സെക്കൻഡ് ഡേ നമ്മൾ ഓൾറെഡി റാങ്ക് ഇംപ്രൂവേഴ്സ് ആയിട്ട്, അതായത് ഓൾറെഡി ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാത്ത അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നു പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ ആയിരുന്നു ഡേ 2 എന്ന് പറയുന്നത്. ആൻഡ് ഡേ 3 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു, ദെൻ സിലബസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് യെസ്റ്റർഡേ നമ്മൾ കുറച്ച് MCQs ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. ആൻഡ് ലാസ്റ്റ് ഡേ ഇത് നമ്മൾ കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം സൗണ്ടും അതുപോലെ തന്നെ ഓഡിയോ ആൻഡ് വീഡിയോ ഇസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. ക്ലിയർ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബിഫോർ ദാറ്റ് ഇന്നലെ നമുക്ക് സെഷന്റെ ലാസ്റ്റ് കുറച്ച് പേര് ബുക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വിൽ സേ അബൌട്ട് ദ ബുക്സ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷന്റെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the final deflection due to all loads including the effects of temperature, creep and shrinkage and measured from the cast level of the support of floors, roofs and all other horizontal members should not normally exceed span by x where x is. Okay, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്ന ആർസിസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യു ക്യാൻ സീ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഡിഫ്ലക്ഷന്റെ ക്രൈറ്റീരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈനൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈനൽ ഡിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു all loads including the effects of temperature, creep and shrinkage as measured from the cast level ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കോഡൽ പ്രൊവിഷൻ പ്രകാരം നമുക്ക് മെയിൻലി രണ്ട് ഡിഫ്ലക്ഷന്റെ വാല്യൂസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കും. അതായത് നമ്മുടെ ഫൈനൽ ഡിഫ്ലക്ഷന്റെ വാല്യൂയുടെ ലിമിറ്റ് ആണ് ചോദിക്കുന്നത്. As measured from the cast level support of floors and roofs and all other horizontal member shall not exceed. ആൻസർ അറിയാവുന്നവർക്ക് പറയാം, സ്പാൻ ബൈ കോഡൽ പ്രൊവിഷൻ ആണ്. സ്പാൻ ബൈ 250 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് യുവർ കറക്റ്റ്, സോറി ഡി അല്ല, ഓപ്ഷൻ സി ഇസ് യുവർ കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, സി 250 ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് 250 വന്നത്. ആൻഡ് ഇഫ് ദ ക്വസ്റ്റ്യൻ വാസ്, അതായത് നമുക്ക് അറ്റ് ദ കാസ്റ്റ് ലെവൽ ഓഫ് ഫ്ലോർസ്, റൂഫ്സ് ആൻഡ് ഓൾ ഓഫ് ദ horizontal member ആഫ്റ്റർ ദി ഇറക്ഷൻ ഓഫ് ഫിനിഷസ് ആൻഡ് പാർട്ടിഷൻ ആയിരുന്നു. ഫിനിഷസും പാർട്ടിഷന്റെയും ഇറക്ഷന് ശേഷമാണ് എന്ന ചോദ്യം വന്നിരുന്നെങ്കിൽ ആൻസർ എന്തായി മാറിയേനെ? സ്പാൻ ബൈ 350, ഓപ്ഷൻ ബി ആയിട്ട് മാറിയേനെ. ഇവിടെ നമുക്ക് നമ്മുടെ പാർട്ടിഷൻസും ഫിനിഷസിനെയും കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആൻസർ എന്ത് വരും? സ്പാൻ ബൈ 2. ഓർത്ത് വെക്കുക, ഒന്നും ഫിനിഷസും പാർട്ടിഷൻ ഹോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു സ്പാൻ ബൈ 250. ഇനി അതല്ല, നമുക്ക് പാർട്ടീഷൻസും അതുപോലെ തന്നെ ഫിനിഷസും ഒക്കെ വന്നതിന് ശേഷമാണെങ്കിൽ സ്പാൻ ബൈ 350 ഓർ 20 എന്ന് വെച്ചവർ. ഇത് നമ്മുടെ കോഡൽ പ്രൊവിഷൻ ഡയറക്ട്ലി ചോദിക്കുന്നതാണ്. നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിലെ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയുടെ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയയിൽ നിന്ന് 2 ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബാക്കി ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A simply supported concrete beam of effective span 8 meter is given a parabolic tendon profile for load balance. ഒരു simply supported concrete beam ഉണ്ട്, അതിന്റെ effective span 8 meter ആണ്. അതിനകത്ത് നമുക്കൊരു parabolic tendon ആണ് കൊടുത്തിരിക്കുന്നത്. If the gravity load applied is 20 kilonewton per meter and pre-stressing force is 1600 kilonewton. അതായത് ഗ്രാവിറ്റി ലോഡ് 20 kilonewton per meter ആണ്. അതുപോലെ തന്നെ പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് 1600 kilonewton ആണെങ്കിൽ സെൻട്രൽ ഡിപ്പ് ഓഫ് ദ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈലിന്റെ സെൻട്രൽ ഡിപ്പ് ആണ് ചോദിക്കുന്നത്. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് നമുക്ക് പി ഇൻറ്റു ഇ, അതായത് ലോഡ് പി, പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് പി കൊടുത്തു, നമുക്ക് ഇ എന്ന് പറയുന്ന എസെൻട്രിസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഡിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇ എന്ന് പറയുന്നത്.
which will be equal to WL square by 8 ആണ്. Okay. So ഇതിനകത്ത് what is the unknown? E എന്ന് പറയുന്ന dip ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. E is equal to WL square by 8 into. So W ന്റെ വാല്യൂ എത്രയാണ്? It is given as 20. 20 into span 8 into 8 divided by 8 into precessing force in the value 1600. So 16 by 160, that is 0.1 meter. Option A will answer. Option A is the correct answer, 0.18. Answer now. Okay, fine. So next question like a bond. An unequal angle is connected using one leg and is used as a tension member. Which leg is to be connected? Long leg to be connected, short leg to be connected as it is more efficient to take care of shear lag effect. Which leg is connected is immaterial. Depending upon the type of connection like welding or bolting, the connected leg to be selected. Okay, അതായത് നമുക്ക് വെല്ലോ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ടെൻഷൻ മെമ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അതായത് നമുക്ക് ഒരു ഗസറ്റ് പ്ലേറ്റ് വല്ലതും ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഗസറ്റ് പ്ലേറ്റിലേക്ക് നമ്മളൊരു അൺഈക്വൽ ആംഗിൾ ആണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അൺഈക്വൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ലെഗിന്റെയും ഡയമെൻഷൻസ് വിൽ ബി ഡിഫറെന്റ് അല്ലെ. രണ്ട് ലെഗിന്റെ ഡയമെൻഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു വലിയ ലെഗ് ഉണ്ടാവും, ഒരു സ്മോൾ ലെഗ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഏത് ലെഗ് നമ്മൾ ഗസറ്റ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ലോങ് ലെഗ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലെഗ് കണക്ട് ചെയ്ത് കൊടുക്കണം. ലൈക്ക് നമുക്ക് അതിന്റെ ഷിയർ ലാഗ് എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. ഓക്കെ, ദെൻ ഏത് ലെഗ് കണക്ട് ചെയ്യണം മെറ്റീരിയലാണ്, ഏത് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ പല ഓപ്ഷൻസ് വന്നു. ആൻസർ വരെ നിങ്ങൾ ഓപ്ഷൻ ബിയിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ബട്ട് യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ബി തെറ്റാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലോങ് ലെഗ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ലോങ് ലെഗ് കണക്ട് ചെയ്താലും ഷോർട്ട് ലെഗ് കണക്ട് ചെയ്താലും ഗ്രോസ് യീൽഡിംഗ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തില്ലെങ്കിൽ രണ്ടും രണ്ട് കേസാണ്. ശരിക്കും ഷോർട്ട് ലെഗും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, ലോങ് ലെഗും കണക്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ഈ ഗ്രോസ് അതായത് നമ്മുടെ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് കാര്യങ്ങളാണ് വരുന്നത്. രണ്ടിനും അതായത് ലോങ് ലെഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രെസ്സിനുള്ള വ്യത്യാസവും ഷോർട്ട് ലെഗിന് അവിടുത്തെ സ്ട്രെസ്സിനുള്ള വ്യത്യാസവും വരും. പക്ഷെ ഇവിടെ നമുക്ക് ഏതാണ് എഫക്റ്റീവ് എന്നാണ് ചോദിച്ചിട്ട് ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം, the shear capacity of bolt is reduced when total thickness of the connected plates exceeds 5 times the nominal diameter of the bolt. When packing of plates are more than 6 mm thick, both the above statements are true as bolts are subjected to bending. Only second statement is correct. Shear capacity of bolt is evaluated without considering the above factors. Only first statement is correct. അതായത് നമ്മുടെ കണക്ഷൻസിൽ ബോൾട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ഇസ് റെഡ്യൂസ്ഡ്. എപ്പോഴാണ് ഷിയർ കപ്പാസിറ്റി നമ്മുടെ ബോൾട്ടിന്റെ റെഡ്യൂസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ തിക്നെസ് ഓഫ് കണക്റ്റഡ് പ്ലേറ്റ്സ് എക്സീഡ്സ് 5 times the nominal diameter of the bolt. അതായത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലേറ്റുകളുടെ ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാമീറ്റർ ഓഫ് ദ ബോൾട്ടിന്റെ നോമിനൽ ഡയമീറ്ററിന്റെ 5 times എക്സീഡ് ചെയ്യുകയാണ്. രണ്ടാമത്തത് വെൻ പാക്കിംഗ് പ്ലേറ്റ്സ് ആർ മോർ ദാൻ 6 mm. പാക്കിംഗ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 6 mm കൂടുതൽ തിക്നെസ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ബെൻഡിങ്ങിനാണ് സബ്ജക്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആസ് ബോൾട്ട്സ് ആർ സബ്ജക്റ്റഡ് ടു bending ആണ് correct answer. Option A is the correct answer. Next question, the statement fillet welds of size closer to the minimum size of weld are preferred as it is more economical is true. Option B false. Bigger size fillets are better. Weld size is dependent on site condition. No such
അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ വെൽഡിന്റെ മിനിമം സൈസ്, മിനിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൈസ്, നമ്മുടെ ഫില്ലറ്റ് വെൽഡിന്റെ മിനിമം സൈസിന് ക്ലോസർ ആയിട്ടാണോ ഫില്ലറ്റ് സൈസ് വെൽഡിന്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ചോദ്യം. അതായത് നമ്മുടെ മിനിമം സൈസ് ഓഫ് വെൽഡിന് ക്ലോസർ ആയിട്ടുള്ള ഡയമെൻഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കറക്റ്റ്, മോർ എക്കണോമിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. ഫില്ലറ്റ് വെൽസ് ഓഫ് സൈസ് ക്ലോസർ ടു ദ മിനിമം സൈസ് ഓഫ് ദ വെൽഡ് ആർ പ്രിഫേർഡ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. Next question. The two-way shear stress in case of a square isolated footing having side of A and supporting square column of side B, when effective depth D and uniform soil pressure S is obtained as. നല്ലൊരു ചോദ്യമാണ്. ടു വേ ഷിയർ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടു വേ ഷിയർ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഷിയർ ഫോഴ്സ് എസ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എടുക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും, ഒരു കോളം ഇരിക്കുന്ന ഭാഗം, ഇത് മൊത്തം സോറി ഒരു റെസിസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അതാണ് എടുക്കേണ്ടത്. ആൻസർ പറയാമോ ആർക്കെങ്കിലും? കമന്റ് ചെയ്യാം. കമന്റ് ആൻസേഴ്സ് അറിയെങ്കിൽ കമന്റ് ചെയ്യാം. S divided by A square minus B plus D the whole square by 4 into B plus D minus B. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ളതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത് പറഞ്ഞു. ഓപ്ഷൻ എ ആണ്. Correct answer is option A. S by A square minus B square, B plus D the whole square divided by 4 into B plus D minus, B plus D into D ആണ് correct answer. Next question. ഇത് വാട്ടർ ടാങ്കിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കാം ചോദ്യം എന്താണ്. ബുക്സിനെ കുറിച്ച് നമുക്ക് towards the end of the session ഡിസ്കസ് ചെയ്യാം കേട്ടോ. Okay, the maximum width of surface cracks as per IS 3370 part 2 shall not exceed. അതായത് നമുക്ക് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ ഡിസൈനിൽ സർഫസ് ക്രാക്കിന്റെ വിഡ്ത്ത് ആസ് പെർ IS 3370 part 2 എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. 0.1 mm, 0.15 mm, 0.2 mm, 0.3 mm. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് വാട്ടർ ടാങ്ക് ഡിസൈനിൽ പഠിക്കുന്ന ആദ്യത്തെ, ചിലപ്പോൾ ആദ്യം കാണാതെ പഠിക്കുന്ന ക്രാക്ക് വിഡ്ത്ത് ലിമിറ്റഡ് ടു 0.2 mm എന്നുള്ളതായിരിക്കും. എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ? ഓപ്ഷൻ സി 0.2 mm is the correct answer. Next ചോദ്യം. Ideal location of lapping of reinforcement if required for a beam supported at ends is for top bars near to the center of the bar and for bottom bars near supports. Top bars near supports, bottom bars near center. Lapping of reinforcement can be done anywhere provided there is no congestion. Top and bottom bars near to beam support. നമ്മൾ ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കല്ലോ. നമുക്ക് ലെങ്ത് പോരാതെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ബാസിനെ ലാപ്പ് ചെയ്ത് കെട്ടി വെക്കുന്നതിനാണ് ലാപ്പിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് എവിടെയാണ് എൻഡിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ലാപ്പിംഗ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എവിടെയാണ്? ഫോർ ടോപ്പ് ബാർസ് നിയർ ടു ദ സെന്റർ of the span and bottom bars near support. അതായത് നമുക്ക് നെഗറ്റീവ് മൊമെന്റിന്റെ ഒക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ് ലാപ്പിംഗ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ നെഗറ്റീവ് മൊമെന്റ് വരെ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചിട്ട് കണ്ടിന്യൂസ് ബീം ആണ്. ഇവിടെ നമുക്ക് സിംപ്ലി സപ്പോർട്ട് ബീം സപ്പോർട്ടഡ് അറ്റ് എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് മൊമെന്റ് ഉണ്ട്, നെഗറ്റീവ് മൊമെന്റ് ഉണ്ട്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കാണാൻ പറ്റും. അതിൽ മാക്സിമം മൊമെന്റ് വരുന്ന പോർഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇത് നമുക്ക് സ്ഥിരം നമുക്കിപ്പോ PSC ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, പക്ഷെ വേറെ രീതിക്ക് ചോദിച്ചിരിക്കുന്നു മാത്രം. സോ ഇനി റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ചോദ്യമാണ് കേട്ടോ. കോളം ഓഫ് സൈസ് 400 by 400 mm. സോ mm ആണ്, ഒരിടത്ത് mm ഒരിടത്ത് മീറ്റർ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത മിസ്റ്റേക്ക് അല്ല. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്ന അതേ രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അത് നമ്മുടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അത് കാര്യമാക്കണം, നിങ്ങൾ അത് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കോളം ഓഫ് സൈസ് തന്നിട്ടുണ്ട് 400 by 400 mm ആണ്. mm ആണ്, ഇവിടെ മീറ്റർ ആണ്. ഈ മീറ്റർ ഹാവിംഗ് 4 numbers of 25 mm bars and 4 numbers of 12 mm bars. അതായത് കോളത്തിന്റെ സൈസ് തന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ 4 25 mm ബാറും 4 12 mm ബാർസും ആണ്. The size and spacing of lateral ties recommended is, അതായത് നമുക്ക്
ഇപ്പൊ ഒരു കോളം ഉണ്ടെങ്കിൽ ലൈക്ക് ദിസ് ഐ എം ഹാവിംഗ് എ കോളം, ഇതുപോലെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഈ മെയിൻ റീഇൻഫോഴ്സ്മെന്റിനെ ടൈ ചെയ്ത് ലാറ്ററൽ ടൈസ് നമ്മളിങ്ങനെ കൊടുക്കും. ഈ ലാറ്ററൽ ടൈസിന്റെ സൈസും സ്പേസും ആണ് കൊടുത്തിരിക്കുന്നത്. Option A 6 mm at 300 mm center to center spacing. Option B 8 mm at 190 mm center to center spacing. 6 mm at 300 mm center to center spacing. 10 mm at 300 mm center to center spacing. ഈ ചോദ്യം ചെയ്യാതെ തന്നെ പോകും. ചിലപ്പോൾ 300 മൂന്നെണ്ണം കിടക്കുന്നുണ്ട്, ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതായത് ലാറ്ററൽ ടൈൽസിന്റെ സ്പേസിംഗ് സൈസ് കോഡൽ പ്രൊവിഷൻ ഉണ്ട് അല്ലെ. ലാറ്ററൽ ടൈൽസിന്റെ കോഡൽ പ്രൊവിഷൻ പറയാമോ? സ്പേസിങ്ങും അതുപോലെ തന്നെ സൈസിന്റെയും. ഫസ്റ്റ് നമുക്ക് സ്പേസിംഗ് എഴുതി നോക്കാം അല്ലെ. ഇപ്പൊ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വാല്യൂസ് എടുത്തിട്ട് മിനിമം ആണ് എടുക്കേണ്ടത്. 16 ടൈംസ് diameter, minimum diameter of main reinforcement. Okay, 16 times diameter, minimum diameter of main reinforcement. Main reinforcement 25 mm ഉണ്ട്, 12 mm ഉണ്ട്. അതിന്റെ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. പിന്നെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദ കോളം. കോളത്തിന്റെ ഡയമെൻഷൻ 400/400 ആണ്. ഇതിലെ ലീസ്റ്റ് ഡയമെൻഷനും ലാർജസ്റ്റ് ഡയമെൻഷനും എല്ലാം എന്ത് തന്നെയാണ്? 400 തന്നെയാണ്. മൂന്നാമത്തെ വാല്യൂ 300 ആണ്. ഇതിലെ മിനിമം വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്? സ്പേസിംഗ്. ഓക്കെ, ലാറ്ററൽ ഡയമെൻഷൻ എത്രയാണ്? നമുക്ക് 400 ആണ്. 16 ടൈംസ് ഡയമീറ്റർ ഓഫ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 16 into 12 വരെ. 16 into 12 ചെയ്യുമ്പോൾ we'll get the value as 190 mm and it is to be compared with എത്രയാണ്? 300 ആണ്. അപ്പൊ ഇതിലെ മിനിമം വാല്യൂ എത്രയാണ് വരിക? 190 ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? 190 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ തന്നെ എഴുതാം. ബാർ ഡയമീറ്റർ 8 mm ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അത് നോക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ്? മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ 6 mm. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? സൈസ് ഓഫ് ലാറ്ററൽ ടൈൽസ്. അപ്പൊ മാക്സിമം ഡയമീറ്റർ എത്രയാണ്? നമുക്ക് 25 ആണ്. 25/4 ഏകദേശം 7 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 6 ആണ്. ഇതിലെ മാക്സിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ഇതിൽ നമുക്ക് മാക്സിമം വരെ 7 പോയിന്റ് സംതിങ് ആണ്. അത് റൗണ്ട് ചെയ്ത് 8 mm ആണ്. സോ 8 mm 190 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നോക്കിക്കോളൂ, നമുക്കിവിടെ നമ്മുടെ കോളം തരും, കോളത്തിന്റെ സൈസ് തന്നിട്ട് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് തരും. ചിലപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഒരൊറ്റ ബാറേ കാണത്തുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് 2 ബാറുകളുണ്ട്. അതിൽ ഒരു ബാർ 25 mm രണ്ടാമത്തെ ബാർ 12 mm ആണ്. സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലാറ്ററൽ ടൈൽസിന്റെ സൈസും അതുപോലെ തന്നെ സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 എണ്ണമാണ് നോക്കേണ്ടത്. അതായത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് നമ്മൾ എന്തിന്റെയൊക്കെയാണ് നോക്കേണ്ടത്? മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ബൈ 4 അല്ലെങ്കിൽ 6. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് മാക്സിമം വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ മാക്സിമം ഡയമീറ്റർ എത്രയാണ്? ഇവിടെ 25 mm ആണ്. ബൈ 4 ചെയ്യുമ്പോൾ 7 പോയിന്റ് സംതിങ് വരും. അത് റൗണ്ട് ചെയ്ത് 8 mm ആണ്. അപ്പൊ 8 mm 300 കൊണ്ട് 190. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ബെറ്റർ സ്പേസിംഗ് കണ്ടുപോകാം. സ്പേസിംഗ് 3 വാല്യൂസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 16 ടൈംസ് മിനിമം ഡയമീറ്റർ ആൻഡ് തേർഡ് വൺ ഇസ് 300. ഇത് മൂന്നൂടെ കമ്പയർ ചെയ്തിട്ട് അതിന്റെ മിനിമം വാല്യൂ പ്ലീസ്. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് വരും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. മിനിമം എഫക്റ്റീവ് ലെങ്ത് റേഷ്യോ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ബൈ അൺസപ്പോർട്ടഡ് ലെങ്ത് ടു ബി കൺസിഡേർഡ് ഫോർ സ്വേ കോളംസ്. സ്വേ ഉള്ള കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ബൈ അൺസപ്പോർട്ടഡ് ലെങ്ത്, എൽ എഫക്റ്റീവ് ബൈ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന്റെ റേഷ്യോ ഫോർ സ്വേ കോളത്തിന്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് 1, 1.2, 1.4, 1.2. മിനിമം എഫക്റ്റീവ് ലെങ്ത് റേഷ്യോ ടു എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ബൈ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന്റെ വാല്യൂ ഫോർ സ്വേ കോളംസ്. പറഞ്ഞോളൂ ആൻസർ. ഇത് പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസർ 1.4. അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ദ ഡെവലപ്മെന്റ് ലെങ്ത് ഇൻ കംപ്രഷൻ ഫോർ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ് ഇസ് ഗിവൺ ആസ് LT is equal to തന്നിട്ടുണ്ട് 5 sigma s by k tau
BD. Terms has usual significance and K is a constant. The value of K is. Okay. But development length in compression for high yield strength deformed bars കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പം ഡെവലപ്മെന്റ് ലെങ്ത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കും. എന്നാലും ചെറിയൊരു ഐഡിയ തരാം. ഇത് നമ്മുടെ കോൺക്രീറ്റ് ആണ് വിചാരിക്കുക. ഈ കോൺക്രീറ്റിനകത്ത് സ്റ്റീൽ ബാർസ് എന്തെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ബോണ്ട് സ്ട്രെസ് എന്താണ്. നമുക്ക് ആദ്യം നമ്മൾ പഠിക്കേണ്ട ടേം ആണ് ബോണ്ട് സ്ട്രെസ്. ബോണ്ട് സ്ട്രെസ് എന്താന്ന് വെച്ചാൽ ഈ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ, ഈ റീഇൻഫോഴ്സ്മെന്റും കോൺക്രീറ്റും കൂടെ തട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ കോൺടാക്ട് ഉള്ള സ്ഥലമാണ് ഇത്. ഈ ഭാഗത്ത് ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിനിന് എലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഷിയർ ഫോഴ്സ് ഉണ്ടാകും. ഈ ഷിയർ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഡയമെൻഷണൽ ഏരിയ, അതായത് ഇങ്ങനെ ഷിയർ ഫോഴ്സ് എഫ് ഉണ്ടെങ്കിൽ ഈ ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആക്ടിങ് along the diameter of the bar. ഈ ബാറിന്റെ ഡയമീറ്ററിന് എലോങ് ആയിട്ട് ആക്ട് ചെയ്ത് ഓൺ ദ ഇന്റർഫേസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, അതായത് സ്റ്റീലും കോൺക്രീറ്റും കൂടെ കോണ്ടാക്ട് ഉള്ള സ്ഥലത്ത് കോൺക്രീറ്റിന്റെ അവിടെയുള്ള സ്റ്റീൽ ബാറിന്റെ പുറത്തുകൂടെ എലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രെസ് എന്ന് പറയും. ഈ ബോണ്ട് സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൗ ബി ഡി എന്ന് പറഞ്ഞൊരു ടേം വെച്ചിട്ടാണ്. ഓക്കെ. ഇത് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ടൗ ബി ഡി എന്ന് പറയും. ഈ ടൗ ബി നമ്മുടെ കാൽക്കുലേഷന് സഹായത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് ബോണ്ട്. എന്താണ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ടൗ ബി ഡി എന്ന് പറയും. ഇത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് കോൺക്രീറ്റിന്റെ ഗ്രേഡ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഈ ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ടൗ ബി ഡി എന്ന് പറയും. ഓക്കെ. ഈക്വേഷനകത്ത് ബൈ കെ ടൗ ബി ഡി എന്ന് എഴുതിയിട്ടില്ലേ, ഈ ടൗ ബി ഡി ആണ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ. ഇനി ഇതിനകത്ത് എൽ ഡി എന്ന് പറഞ്ഞിട്ട് ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റിന്റെ ഉള്ളിൽ എത്ര സ്റ്റീൽ എംബഡഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റീൽ കോൺക്രീറ്റിനകത്ത് ഇരിക്കുന്ന ആ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡെവലപ്മെന്റ് ലെങ്ത് എൽ ഡി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് എൽ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. ഇതിൽ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എൽ ഡി ഇസ് ഈക്വൽ ടു, ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ ഇക്വേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് സിലബസിൽ ഇല്ല. നമുക്ക് പക്ഷേ വലിയ വ്യത്യാസമില്ലാതെ ഈ ആൻസർ ഉത്തരം എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5 സിഗ്മ എസ് ഡിവൈഡഡ് ബൈ 4 ടൗ ബി ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആക്ച്വലി നമ്മുടെ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4 ടൗ ബി ഡി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന 5 സിഗ്മ എസ് ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ടൗ ബി ഡി ആണ്. കെന്റെ വാല്യൂ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ടൗ ബി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, IS കോഡിൽ നിന്നാണ് എടുക്കുന്നത്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, IS കോഡിൽ നമുക്ക് പല ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് എന്ത് തന്നിട്ടുണ്ട്, ടൗ ബി ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പക്ഷേ അത് തന്നിരിക്കുന്നത് പ്ലെയിൻ ബാസിനാണ്. പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ, ടെൻഷനിലിരിക്കുന്ന പ്ലെയിൻ ബാസിനാണ് നമ്മൾ എന്ത് തന്നിരിക്കുന്നത്, ടൗ ബി ഡി വാല്യൂ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റിനകത്ത് നോക്കിക്കേ, ഡെവലപ്മെന്റ് ലെങ്ത് ഇൻ കംപ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. യു ക്യാൻ സി ഡെവലപ്മെന്റ് ലെങ്ത് ഇൻ കംപ്രഷൻ ഫോർ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. അതായത് നമുക്ക് പ്ലെയിൻ ബാർസിനല്ല തന്നിരിക്കുന്നത്, ആർക്കാ തന്നിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാർസിനാണ്. അതുപോലെ തന്നെ ടെൻഷനിലല്ല തന്നിരിക്കുന്നത്, കംപ്രഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഡ് പറയുന്നുണ്ട്, നമുക്ക് ടാബുലാർ കോളം തന്നിരിക്കുന്നത് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷനിലാണെങ്കിൽ കൂടി നമുക്ക് ഡീഫോംഡ് ബാസ് ഇൻ കംപ്രഷനിലേക്ക് മാറ്റണമെങ്കിൽ there are some conversion factors. അതായത് ഇപ്പൊ നമുക്ക് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഇതിനെ നമുക്ക് ഡീഫോംഡ് ബാസിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്ട്രെസ് വാല്യൂ 60% ഇൻക്രീസ് ചെയ്താൽ മതി. ഇനി ടെൻഷനിലുള്ള ബാറിനെ കംപ്രഷനിലേക്ക് മാറ്റണമെങ്കിൽ അത് 25% ഇൻക്രീസ് ചെയ്താൽ മതി. നമ്മുടെ ചോദ്യത്തിന് ഭാഗ്യവശാൽ ഡെവലപ്മെന്റ് ലെങ്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കംപ്രഷൻ ഹൈ ഈൽഡ് സ്ട്രെങ്തിലുമാണ്. അപ്പൊ നമുക്ക് 60% ഇൻക്രീസ് ചെയ്യണം, 25% ഇൻക്രീസ്. സോ നമ്മുടെ ഡെവലപ്മെന്റ് ലെങ്ത് എൽ ഡി ഇസ് ഈക്വൽ ടു 5 സിഗ്മ എസ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടൗ ബി ഡിനെ ആദ്യം 60% ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 60% ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞാൽ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ 100 ആയിരുന്നു, അതിന് 60%, 160 ഡിവൈഡ് ബൈ 100 1.6 ഇൻറ്റു നമ്മൾ എന്താണ് അടുത്തത് 25%, 100 ആണുള്ളത്, അതിന് 25% ഇൻക്രീസ് ചെയ്തു 125 ഡിവൈഡഡ് ബൈ 100 1.2.
tau p. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 5 sigma s divided by 4 into 1.6, 6.4 into 1.2 വരും. അപ്പൊ നമുക്ക് ആൻസർ വരെ 8 എന്നാണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ get the answer as option C. 8 ആണ് കെയുടെ വാല്യൂ. അപ്പൊ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ആണോ തന്നിരിക്കുന്നത്, കംപ്രഷനിലാണോ തന്നിരിക്കുന്നത്, HYSD ആണോ പ്ലെയിൻ ബാസ് ആണോ എന്നിട്ട് ആൻസർ. So answer is option C, 8. അടുത്ത ചോദ്യം നോക്കാം. So beams with FE 500 steel, XU max by D and MU limit are given by. അതായത് നമുക്ക് ബീംസ് ആണ്, ബീംസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ FE 500 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള XU max by ഡിയും MU ലിമിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം XU max by D എന്താണെന്ന് നോക്കാം. XU max by D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ്. അതായത് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ്. ഇത് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് 3 ഗ്രേഡ്സ് ആണുള്ളത്. FE 250, FE 415, അതുപോലെ തന്നെ FE 500. ഇങ്ങനെ 3 എണ്ണമാണ്. ഓക്കെ, ഇപ്പൊ സോ FE 250, FE 415, FE 500 ഇങ്ങനെ 3 ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആണ് നമുക്കുള്ളത്. സോ നമുക്ക് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് കുറഞ്ഞു വരുന്നു നോക്കാം. ഓക്കെ, സോ നമുക്ക് FE 250ക്ക് വരിക 0.53 D ആണ് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. ആൻഡ് FE 415ക്ക് 0.48 D യും ആൻഡ് FE 500ന് 0.26. ഈ 3 വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് FE 500 ആണ്. 0.46 D വരും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിയും ഡിയും നമ്മൾ ബാക്കി 2 പേരിലേക്ക്. അപ്പൊ ഇത് 2-ൽ ഏതോ ആണ് ആൻസർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, MU ലിമിറ്റ്. എന്താണ് MU ലിമിറ്റ്? MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് there is a shortcut Q into BD square പറയും. ഈ Q എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അഗെയിൻ ഈ Q എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻസ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. FE 250 ഉണ്ട്, 415 ഉണ്ട്, ആൻഡ് FE 500. 3 എണ്ണമുണ്ട്. ഈ 3 ഗ്രേഡിനെ ഡിപ്പെൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് FE 0.148 SCK ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 0.138 SCK ആൻഡ് 0.134 SCK. അപ്പൊ ഇങ്ങനെയാണ് 3 വാല്യൂസ്. ഇതും പഠിച്ചു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, അത് അങ്ങനെ ചോദിക്കുന്നില്ല. ബട്ട് ESCയുടെ പരീക്ഷയ്ക്കൊക്കെ കൂടുതലും ചോദിക്കുന്നതാണ്. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി FE 250, FE 415, FE 500 ഉണ്ട്. FE 250ക്ക് 0.148, 0.138, അതുപോലെ തന്നെ 0.134 SCK. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് FE 500 ആണ്. FE 500 ആകുമ്പോൾ എന്ത് 0.134 ആണ്. സോ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് വരും, ഓപ്ഷൻ ഡി മീൻസ് ദ കറക്റ്റ് ആൻസർ. Okay, means the correct answer. We'll go to the next question. Clear ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത question. അടുത്ത question. For a simply supported beam of span 11 meter, the minimum effective depth required assuming tension and compression modification factors as 1 and 1.1 meters. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് തന്നെയാണ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അതിന്റെ സ്പാൻ 11 മീറ്റർ ആണ്. ഇതിന്റെ മിനിമം എഫക്റ്റീവ് ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് വരിക നമ്മുടെ ഡിഫ്ലക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഡിഫ്ലക്ഷൻ ലിമിറ്റ് സ്റ്റേറ്റസ് സർവീസ് ഡിഫ്ലക്ഷൻ വരുന്ന പാർട്ടാണ്. അതായത് നമുക്ക് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റേഷ്യോ ആണ് ഇറ്റ് കൺട്രോൾസ് വാട്ട് ഡിഫ്ലക്ഷൻ.
ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. കാന്റിലിവർ ബീം ആണെങ്കിൽ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ 7 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 20 ആണ്. ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ 26 ആണ്. ഇത് 3 വാല്യൂസ് നമുക്ക് കോഡിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, അതിന്റെ സ്പാൻ 11 മീറ്റർ ആണ്. ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് മിനിമം എഫക്റ്റീവ് ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് 20 ആണെന്ന് അറിയാം. പക്ഷേ ഇറ്റ് ഇസ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് സർട്ടൻ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ്. 3 മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവരെ K1, K2, K3 എന്ന് വിളിക്കാം. ഈ 3 മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, K1, K2, K3. ഈ K1 എന്ന് പറയുന്നത് is equal to 1. K1 ന്റെ വാല്യൂ 1 ആണ്. ഫോർ എവിടം വരെ സ്പാൻസ് അപ് ടു 10 മീറ്റർ. 10 മീറ്റർ വരെ സ്പാൻ ഉള്ള ബീമുകൾക്ക് K1 ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി K1 is equal to 10 by span for span greater than 10 meter. 10നേക്കാളും കൂടുതൽ 10 മീറ്റർ കൂടുതൽ സ്പാൻ ഉള്ളവർക്ക് നമുക്ക് K1 ന്റെ വാല്യൂ എത്രയാണ്? 10 by span. ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് K1 എന്ന് പറയുന്നത്. ഇനി K2 എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനിലുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ്. ഇവിടെ നമുക്ക് 1 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് K3 എന്ന് പറയുന്നത് കംപ്രഷന്റെ മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ്. അത് നമുക്ക് 1.1 ആയിട്ട് തന്നു. ഓക്കെ, അപ്പൊ 20 ഇൻറ്റു ഈ 3 മോഡിഫിക്കേഷൻ ഫാക്ടർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പാൻ ബൈ ഡെപ്ത് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്പാൻ തന്നിട്ടുണ്ട് 11 മീറ്റർ ആണ്, ഡെപ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് span by depth is equal to 20 ആണ്. 20 into K1 ചെയ്യണോ? K1 ന്റെ വാല്യൂ 10 മീറ്റർ വരെ 1 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 11 മീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 10 by span, that is 10 by 11 into K2 ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. K3 ന്റെ വാല്യൂ എത്രയാണ്? 1.1 ആണ്. സോ നമുക്ക് എന്ത് വരും? 200 into 11 divided by 200 into 1.1 divided by 11. So നമുക്ക് 200 into 10 divided by 11. Okay, so you'll get the value of span by depth ratio. എത്ര വരും നമുക്ക്? Span by depth ratio value കിട്ടും. Okay, and again നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? Okay, so എന്താണ് നമുക്ക് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ 20 ആണ്. 20 into 10 by span. സ്പാൻ എത്രയാണ്? 11 മീറ്റർ into 1 into 1. ഇതാണ് നമുക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ആസ് വാട്ട് 200 into 11 divided by 110 എന്ന് വരും. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് 20 എന്ന് വരും. അതായത് സ്പാൻ ബൈ ഡെപ്ത് 20. അഗെയിൻ ഇതാണ് സ്പാൻ ബൈ ഡെപ്ത് 20 എന്നാണ്. അപ്പൊ ഇവിടെ മോഡിഫിക്കേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇല്ലെങ്കിലും 20 എന്ന് വരുന്നുണ്ട്. മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കാത്തവർക്കും ഇത് ചിലപ്പോൾ ശരിയാവാം, അബദ്ധവശാൽ ശരിയാവാം. കാര്യം ഈ 20 ഡയറക്റ്റ്ലി എടുത്ത് എഴുതിയാലും ശരിയാവാം. അത് എല്ലാ കേസിലും ശരിയാവണമെന്നില്ല, ഈ ഒരു ക്വസ്റ്റിന് ശരിയായെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പാന്റെ വാല്യൂ 11 ആണ്. 11 by d is equal to 20. Therefore d is equal to 11 by 20 എന്ന് വരും. 11 by 20 ചെയ്യുമ്പോഴത്തേക്ക് we'll get the answer as 0.55 മീറ്റർ എന്ന് കിട്ടും. അതായത് 550 ആണ്. It's the correct answer. അപ്പൊ നമ്മുടെ LSGD ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഗോൾഡ് ബാച്ച് സീറ്റ് ഫിൽ ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഗോൾഡ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ 24th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ലിമിറ്റഡ് സീറ്റ് ആണ്. ലിമിറ്റഡ് സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാനായിട്ടാണ്. സോ നമുക്ക് നമ്മുടെ ആപ്പ് വാലിഡിറ്റി അത് 2 വർഷവും അതുപോലെ തന്നെ മെന്റർഷിപ്പ് 1 വർഷവുമാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. LSGD എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലോങ് ടേം ആയിട്ട് പ്രിപ്പറേഷൻ വേണമെങ്കിൽ യു ക്യാൻ ജോയിൻ ദ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇതിന്റെ താഴെ ഈ സ്ലൈഡിന്റെ താഴെ കാണുന്ന നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷനിലുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ദർസ് എ ലിങ്ക്. ആ ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്
ഫില്ല് ചെയ്താലും മാത്രം മതി. കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് LSGD എക്ക് വേണ്ടി നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. So that you will get notified about the updates regarding LSGD exam. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, സിലബസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റഡ് ആവും. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The long-term static modulus of elasticity of concrete is more than short-term modulus of elasticity, maybe more or less than short-term modulus depending upon the strength of concrete. Long-term modulus can be as low as 1/2.6 of short-term modulus static modulus of elasticity unknown. അപ്പൊ ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മൾ സ്ഥിരം കാണുന്ന, അതായത് നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടാവും, ബിയും സിയും തമ്മിലൊരു ബി എന്ന് പറയുന്ന തെറ്റായിരിക്കും, സി നമ്മൾ കൂടുതലായിട്ട് എഴുതാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ECL കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? AC = 5000 √XCB ആണ്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ EC / 1 + θ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി = മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി / 1 + θ. θ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓക്കെ, ഈ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? ഏജ് ഓഫ് ലോഡിങ്, അതായത് കോൺക്രീറ്റിന്റെ ഏജ് ഓഫ് ലോഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് 7 days, അതുപോലെ തന്നെ 28 days, പിന്നെ 1 year, ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് എന്ത് വരുന്നത്? ക്രീപ്പ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ടൈം വരുന്നത്. അപ്പൊ ഈ ടാബുലർ കോളം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഈ 7 days, 28 days, 1 year നിങ്ങൾ ഓർത്ത് വെക്കണം. സോ 2.8, 1.6 and 1.9. 2.2, 1.6 and 1.9. ഇതാണ് നമ്മുടെ വാല്യൂസ് വരിക. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ക്രീപ്പ് കോഎഫിഷ്യന്റ് തീറ്റയുടെ വാല്യൂ കുറയും. ഇനി ഈ ഇക്വേഷനിലേക്ക് വന്നാൽ ECL എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി = EC / 1 + θ. അതായത് EC എന്ന് പറയുന്നതിന് നമ്മൾ എന്തോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ECയുടെ വാല്യൂ കുറയും. അതായത് എന്ത് വരും? നമുക്ക് ECL എന്ന് പറഞ്ഞാൽ ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെക്കാളും കുറവായിരിക്കും. കാര്യം ഷോർട്ട് ടേമിനെ നമ്മൾ എന്തോ ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നതാണ് ലോങ് ടേം. സോ ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി can be low as 1/2.6 of short-term static modulus of elasticity. Option C is the correct answer. C ആണ് correct answer. Next ചോദ്യം. Thickness of a slab is 70 mm. The maximum diameter of reinforcement that can be used. അതായത് സ്ലാബിന്റെ thickness നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലാബ് thickness നമുക്ക് T ആണെങ്കിൽ അതേ /8 mm ആയിരിക്കും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നത്? മാക്സിമം ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. 70 / 8 എത്ര വരും നമുക്ക്? സോ കറക്റ്റ് ആൻസർ ഏകദേശം 8 point something വരും. സോ ആൻസർ is option E. Next question. In the limit state method, which of the following statement is correct? Limit state method, ഏത് statement ആണ് correct? The permissible strain have an upper limit for concrete and strain variation across the cross section is linear. അതായത് permissible strain ഒരു upper limit ഉണ്ട് കോൺക്രീറ്റിന്, and strain variation എന്ന് പറഞ്ഞാൽ linear ആണ്. രണ്ടാമത്തേത് stress variation along the section of concrete is linear and maximum stress value is limited. Stress variation along the section is linear and maximum strain value is limited. None of these. അപ്പോൾ limit state method of design assumption ആയിട്ട് നമുക്ക് ആദ്യം പറയുന്ന കാര്യം വെച്ചാൽ സപ്പോസ് വി ആർ ഹാവിങ് എ റെക്ടാങ്കിൾ, ഇതുപോലൊരു റെക്ടാങ്കുലർ ബീം ആണെന്ന് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ആണ്. ഇതാണ് ന്യൂട്രൽ ആക്സിസ്. അപ്പൊ നമുക്ക് സ്ട്രെയിൻ ഡയഗ്രാം ലീനിയർ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ അസംപ്ഷൻ. സോ നമ്മൾ സ്ട്രെയിൻ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വരും. ഇപ്പൊ സ്ട്രെയിൻ ഡയഗ്രത്തില് നമുക്ക് സ്ട്രെയിനിന് അപ്പർ ലിമിറ്റ് വരിക 0.0035 ആണ്, ലോവർ ലിമിറ്റ് വരിക 0.002 പ്ലസ് 0.87 m/. ഇതാണ് ഇക്വേഷൻ. ഓക്കെ,
ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർമിസിബിൾ സ്ട്രെയിൻ ഹാസ് ആൻ അപ്പർ ലിമിറ്റ് ഫോർ കോൺക്രീറ്റ് അല്ലേ? അപ്പർ ലിമിറ്റ് ഉണ്ട് കോൺക്രീറ്റിന് 0.0035 ആണ്. സ്ട്രെയിൻ വേരിയേഷൻ അക്രോസ് സെക്ഷൻ ലീനിയർ. സ്ട്രെയിൻ വേരിയേഷൻ മാത്രമുള്ളത്. അതിന്റെ ആദ്യത്തെ അസംഷൻ നമ്മൾ പറയുന്നത് പ്ലെയിൻ സെക്ഷൻസ് ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. ഇതാണ് പ്ലെയിൻ സെക്ഷൻ. അത് ബെൻഡിങ്ങിന് ശേഷം ഈ ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് സ്ട്രെയിൻ എന്തായി മാറുന്നത്, ലീനിയർ ആയിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പർ ലിമിറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിനിന്റെ വാല്യൂ സ്ട്രെയിൻ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ. അടുത്ത ചോദ്യം, മാക്സിമം റെക്കമെൻഡഡ് വാല്യൂ ഓഫ് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ഫോർ കോൺക്രീറ്റ് യൂസിംഗ് 20 mm മാക്സിമം nominal maximum size of aggregate subject to extreme exposure condition. Exposure condition extreme ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണ് ചോദ്യം. എക്സ്ട്രീം കണ്ടീഷൻ ആണ്. നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. ഇതിന്റെ ആൻസർ പറഞ്ഞേ 0.45, 0.4, 0.5, 0.55. Don't comment the answers. Yes, എത്രയാണ് വരെ? 0.4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.4. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നമ്മള് ഡിസൈനിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് 17 ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ 20 എന്ന് വെച്ചാൽ ഇന്നലത്തെയും കൂടെ ചേർത്തിട്ടാട്ടോ 20. അപ്പൊ നമുക്ക് 17 ക്വസ്റ്റ്യൻ അതിനകത്ത് ആസ്ക് ചെയ്യുന്നതായിരുന്നു. ബാക്കി 3 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് സ്റ്റീലെന്ന് ചോദിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ഇന്ററാക്റ്റീവ്. ഓക്കെ, the point at which the stress strain curve of a material ceases to be a straight line is called. Stress strain curve ഏതോ ഒരു പോയിന്റ് എത്തുമ്പോൾ it ceases അല്ലെങ്കിൽ stops to be a straight line. ആ പോയിന്റിനെ എന്ത് പേരിട്ട് വിളിക്കും? ഇലാസ്റ്റിക് ലിമിറ്റ്, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, yield point, ultimate stress. യെസ്, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഓപ്ഷൻ ബി കറക്റ്റ് ആണ് കേട്ടോ. നമുക്കറിയാം നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് സ്റ്റീൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഒറിജിൻ ആണെന്ന് വിചാരിക്കാം. ആൻഡ് ദർസ് എ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയും. അവിടെ വരെ സ്ട്രെസ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെസ് എത്ര കൂടുന്നോ അത്രയും തന്നെ സ്ട്രെയിൻ കൂടും. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും? ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ പ്രത്യേകത, ഇതിനുള്ളിൽ വെച്ച് നമ്മൾ ആ ബോഡിയുടെ പുറത്ത് എപ്പോൾ ലോഡ് കൊടുത്താൽ, റബ്ബർ ബാൻഡ് ഒക്കെ ഇല്ലേ, നമ്മൾ റബ്ബർ ബാൻഡ് ലോഡ് കൊടുത്തിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് വീണ്ടും പഴയ പോലെ വരും. ആ പോയിന്റിനെയാണ് ബി. അതായത് ഈ ബി വരെ നമ്മൾ എത്ര ലോഡ് കൊടുത്തിട്ട് ലോഡ് എടുത്ത് മാറ്റിയാൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? വീണ്ടും അതിന്റെ പഴയ ഫോമിൽ. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ബി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പർ ഇല്ല പോയിന്റ്, ലോവർ ഇല്ല പോയിന്റ് നമ്മുടെ മെറ്റീരിയൽ പൊട്ടുന്നത്. അപ്പൊ നമുക്ക് ആ പോയിന്റ് ഏതാണ്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷൻ. അടുത്ത ചോദ്യം, which of the statement is or are correct about bending moment? Bending momentനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. Bending moment is defined as the algebraic sum of moments of all the forces to the left of a section. Bending moment is the algebraic sum of moments of all the forces to the right of a section. Bending moment is defined as the algebraic sum of moments of all the forces either to the left or to the right of a section. അതായത് നമുക്കൊരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിന്റെ സപ്പോസ് ബീം, ഇതാണ് ബീം എന്ന് വിചാരിക്കാം. ഈ ബീമിന് ഒരു സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെക്ഷന്റെ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ, ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒന്നെങ്കിൽ ഈ സെക്ഷന്റെ റൈറ്റ് അല്ലെങ്കിൽ സെക്ഷന്റെ ലെഫ്റ്റ്, രണ്ടും എടുക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണം, either to the right or to the left ഉള്ള മൊമെന്റുകളുടെ ഓൾജിബ്രൈക് സമ്മിനെയാണ് എന്ത് പറയുന്നത്? ബെൻഡിങ്. നെക്സ്റ്റ് ചോദ്യം, സൺഷെയ്ഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബീം? സൺഷെയ്ഡ് ഏത് ടൈപ്പ് ഓഫ് ബീമിന്റെ എക്സാമ്പിൾ ആണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീം,
ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം, കാന്റിലിവർ. യെസ്, സൺഷെയ്ഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ്, കാന്റിലിവർ ബീം ആണ്. ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഓപ്ഷൻ ഡി കാന്റിലിവർ ബീം. ഒരു സൈഡ് ഫിക്സഡ്, അടുത്ത സൈഡ് ഫ്രീ ആയിട്ടുള്ള കാന്റിലിവർ ബീം എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് L is the unsupported length of the compression member, then the effective length of the compression member effectively held in position at both ends but not restrained against rotation. നമുക്ക് കംപ്രഷൻ മെമ്പറിന്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് L ആണെങ്കിൽ നമുക്ക് ഒരു ഇതിന്റെ എഫക്റ്റീവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ കണ്ടീഷൻ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ദേ ആർ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് ഇതിലും എഫക്റ്റീവ്ലി ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. എന്താണ് വരിക? 0.65 L, 0.8 L, L 12. Comment your answers. Yes, L ആണ്. കാര്യം എന്താണ്? എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് ഇസ് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും പിൻഡ് ആണ്, അതല്ലെങ്കിൽ ഹിൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഹിൻഡ് അല്ലെങ്കിൽ പിൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. Okay, so the effective length is 8. So option C. Next question, if M is the bending moment and EI is the flexural rigidity of a beam, then the strain energy due to bending is given by the expression. Strain energy due to bending, integral 0 to L m square dx by 2 EI, integral 0 to L m square dx by EI, integral 0 to L m square dx by 4 EI, and integral 0 to L 2 m square dx by EI. Yes, integral 0 to L m square dx by 2 EI ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, the degree of indeterminacy of a propped cantilever beam subjected to inclined external loadings. ഒരു പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ കാന്റിലിവറിന്റെ ഫ്രീ എൻഡിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു ആൻ ഇൻക്ലൈൻഡ് ലോഡ്. സോ നമുക്ക് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 3 റിയാക്ഷൻസ് വരും. ഇവിടെ സോ അൺനോൺ റിയാക്ഷൻസ് 3 + 1 മൈനസ് നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയാണ്? 0 - 1 4 - 3 ആൻസർ ഇസ് 1. One is the correct. How come 2? 2 അല്ല 1 ആണ് correct. One is the correct answer. 2 എങ്ങനെയാ വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഫിക്സഡില് 3 റിയാക്ഷൻസ് ആണ് വരിക, 3. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻസിന്റെ എണ്ണം 3. ഇവിടെ നമുക്ക് ഹിഞ്ച് ആണല്ലേ, സോറി ഹിഞ്ച് അല്ല, നമുക്ക് റോളർ സപ്പോർട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരൊറ്റ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ 1 വരും. സോ 3 + 1 4 ആണ് നമുക്കുള്ള ടോട്ടൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. സിഗ്മ fx = 0, സിഗ്മ fy = 0 ആൻഡ് സിഗ്മ m = 0. 4 - 3 1 ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഇൻക്ലൈൻഡ് ലോഡിംഗ് വരുമ്പോൾ, ഇൻക്ലൈൻഡ് ലോഡിംഗ് എന്ന് പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ വെർട്ടിക്കൽ ലോഡിംഗ് എന്നൊക്കെ മെൻഷൻ ചെയ്തെങ്കിൽ ഈ ഫിക്സഡിലുള്ള ഈ ഹൊറിസോണ്ടൽ ഇത് എടുക്കണ്ട, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കണ്ട എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് സിൻസ് ഇൻക്ലൈൻഡ് ഫോഴ്സ് ക്യാൻ ബി റിസോൾവ് ഇൻ ടു, ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ എടുക്കണം എന്നുള്ളതാണ് മെയിൻ. അതായത് ഫിക്സഡ് സപ്പോർട്ടിൽ ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിക്കരുത്. ആൻസർ ഓപ്ഷൻ എ 1. എല്ലായ്പ്പോഴും 1 തന്നെയായിരിക്കും. പക്ഷെ ഈ നമുക്ക് സെപ്പറേറ്റ്ലി ലോഡിംഗ് എന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ.
ഇവിടെ ഇൻക്ലൈൻഡ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോ ഇത് വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമായിരുന്നെങ്കിലോ ഈ ചോദ്യം, വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ 3 റിയാക്ഷന് പകരം ഇവിടെ 2 റിയാക്ഷൻ എടുത്താൽ മതി. ബിക്കോസ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലോഡിംഗ് എടുക്കണ്ട, എക്സ്റ്റേണലി ഹൊറിസോണ്ടൽ ഇല്ലാത്തത്. ഇപ്പൊ 2+1 3 ആണ് നമുക്ക് അൺനൗൺസ് വരിക, നമുക്ക് അറിയാവുന്നത് 3 ആണ്. സോ നമുക്ക് അതൊരു ഡിറ്റർമിനേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, the influence line diagrams can be used for determining. ഇൻഫ്ലുവൻസ് line diagram ഒന്നെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും ILD എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. Influence line diagrams can be used for determining the dead load on the structure, live load on the structure, positions of load for maximum shear force and bending moment values, none of the above. ILD എന്തിനു നമുക്ക് യൂസ് ചെയ്യാം? Yes, it is used for എന്താണ്? For finding determining the position of loads for maximum shear force and bending moment value. Maximum shear force bending moment values കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഡ് എവിടെ കൊണ്ട് പൊസിഷൻ ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ILD ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the following assumptions are made while developing slope deflection method of analysis of a structure. All joints are rigid, shear deformations are neglected, distortions due to axial deformations are neglected, all of the above. എന്താണ് നമ്മുടെ എല്ലാ അസംഷൻസും കറക്റ്റ് ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? റിജിഡ് ആണ്, ഷിയർ ഡിഫോർമേഷൻസ് ഇല്ല, ഡിസ്റ്റോർഷൻസ് ഇല്ല, ആക്സിലേഷൻ എല്ലാ അസംഷൻസും എന്തായാലും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഓഫ് അനാലിസിസ് the ratio of moment shared by a member to the applied moment at the joint. അതായത് നമ്മളൊരു ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് റേഷ്യോ ഓഫ് മൊമെന്റ് ഷെയർഡ് ബൈ എ മെമ്പർ, ഈ മൊമെന്റ് ഷെയർ ചെയ്ത മൊമെന്റ് ഡിവൈഡ് ബൈ അപ്ലൈഡ് മൊമെന്റ് വിളിക്കുന്ന പേര് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, സ്റ്റിഫ്നെസ്, റിലേറ്റീവ് സ്റ്റിഫ്നെസ്, ക്യാരി ഓവർ. എത്ര മൊമെന്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് മൊമെന്റ് ഷെയർഡ് ബൈ എ മെമ്പർ ടു ദ അപ്ലൈഡ് മൊമെന്റ്. അതായത് ഒന്നുമില്ല, ശരിക്കും നമ്മൾ ഏതോ ഒരു മൊമെന്റ്, നമ്മളൊരു മൊമെന്റ് ഇപ്പൊ നമുക്ക് ഇതുപോലെ ജോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സും ഈ മൊമെന്റിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഷെയർ ചെയ്ത് തരും. അതിന് എന്താണ് പേര് എന്ന് ചോദിച്ചത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു മൊമെന്റ് ക്യാരി ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർ എൻഡ് ഫിക്സഡ് ആണോ അല്ലെങ്കിൽ ഹിഞ്ചഡ് ആണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഫിക്സഡ് ആണെങ്കിൽ ഇത് 4EI/L, അതുപോലെ തന്നെ നമുക്ക് 3EA/L. അടുത്തത് ഹിഞ്ചഡ് ആണ്. അടുത്തത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർസ്, 3 hinged arch, 2 hinged arch, സിംഗിൾ hinged arch, ഫിക്സഡ് arch. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ട് ഒരൊറ്റ ആർച്ച് ഉള്ളൂ, അത് ഏതാണ്? ആർച്ചസ് കാര്യം 3 hinged arch ഉണ്ട് കാര്യം. പിന്നെ നമുക്ക് എന്താണ് 2 hinged arches ഉണ്ട്, അതുപോലെ സിംഗിൾ ഉണ്ട്, ഫിക്സഡ് ആണ്. ഏതാണ് ആൻസർ? 3 hinged arch ആണ് എന്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 hinged എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 3, സോറി ഇവിടെ 2, 2, 4 - 3, 2, 4 - 3 1 വരും. ഇവിടെ 3 + 3 6 - 3 3 വരും. ഇതിന്റെ 3 hinged arch മാത്രമാണ് ഡിറ്റർമിനേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വോർട്ടെക്സ് മോഷൻ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് travel along circular path, the magnitude of velocity of the fluid particle is found to be. Vortex motion നമുക്ക് fluid particles circular pathലായിരിക്കും മൂവ് ചെയ്യുന്നത്. Velocity of the magnitude is constant along the circular path, varying along the circular path, varying in a direction perpendicular to circular path. Option B 0. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. Yes, what is the answer? Yes, VR is a constant.
PR is a constant. അതായത് എന്താണ് R is a constant. അടുത്ത question. In case of a fluid flowing under constant head H through a circular orifice fixed in the side wall of a large container, the coefficient of velocity CVS. അതായത് നമുക്കൊരു സർക്കുലർ ഓറിഫിസ് ഉണ്ട്, അതിനകത്ത് ഒരു കോൺസ്റ്റന്റ് ഹെഡ് H ആണുള്ളത്, സർക്കുലർ ഓറിഫിസ് ആണ്. അങ്ങനെയാണെങ്കിൽ coefficient of velocity is varying from 0.95 to 0.98, slightly smaller than unity, slightly larger than unity, unity. ആൻസർ വരിക എനിക്കാന്ന് പറയും. This option A. 0.95 to 0.98 coefficient of velocity ആണ്. അടുത്ത question. Which of the following statement is or are correct about reaction turbine? A ആണ് കേട്ടോ ആൻസർ. B അല്ല. Water enters the turbine under pressure and hence it has pressure and kinetic energy. In axial flow of turbines, the flow is parallel to the axis of the wheel. Both A and B, none of this. റിയാക്ഷൻ ടർബൈനകത്ത് നമുക്ക് പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്, അപ്പൊ അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ആക്സിയൽ ഫ്ലോ ടർബൈനകത്ത് ഫ്ലോ ഇസ് പാരലൽ ടു ദ ആക്സിസ്. ബോത്ത് എ ആൻഡ് ബി ആണ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു വോള്യൂട്ട് പമ്പ്സ് ആൻഡ് ഡിഫ്യൂസർ പമ്പ്സ് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ്, ടൈപ്പ് ഓഫ് കേസിംഗ്, നമ്പർ ഓഫ് സ്റ്റേജസ്, സക്ഷൻ. Volute pump and diffuser pump based on type of casing. അടുത്ത ചോദ്യം. In case of floating bodies, the condition for stable equilibrium is obtained when the meta center lies above center of gravity and center of buoyancy, lies below center of gravity and lies above center of buoyancy, coincide with center of buoyancy coincide with center of gravity. Floating ബോഡിയുടെ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാണ് വരിക? മെറ്റാ സെന്റർ ആരുമായി കോയിൻസൈഡ് ചെയ്യുമ്പോൾ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. Yes, lies above the center of gravity, option A. ശരി, correct ആണ്. അടുത്ത question. Hydrograph represents option A, a graphical plot of stream discharge against corresponding percentage of time the discharge was exceeded, cumulative flow volume versus time, temporal variation of total runoff at a gauging point in a stream. Option D, none of this. ഓപ്ഷൻ സി ആണ്. അതായത് നമ്മൾ ഗേജിംഗ് പോയിന്റ്, സ്ട്രീമിൽ ഗേജിംഗ് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അപ്പൊ ഡിസ്ചാർജ് വേഴ്സസ് ടൈം ആണ് ആക്ച്വലി നമുക്ക് എന്താ ഹൈഡ്രോഗ്രാം. ടെമ്പറൽ വേരിയേഷൻ ഓഫ് ടോട്ടൽ റൺ ഓഫ് അറ്റ് എ ഗേജിംഗ് പോയിന്റ് ഇൻ എ സ്ട്രീം ആണ് കറക്റ്റ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടി ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ സോയിൽ പ്രോപ്പർട്ടി, ഇനിഷ്യൽ മോയ്സ്ചർ കണ്ടന്റ്, പ്രീവിയസ് വെറ്റിംഗ് ഹിസ്റ്ററി ഓർ. എളുപ്പമുള്ള ചോദ്യമാണ്, പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടി എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. Next ചോദ്യം. Well yield per unit drawdown of the well is known as specific yield, specific retention, specific capacity, cone of retention. വെബിനാർ സെഷനിലൊക്കെ നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്പെസിഫിക് കപ്പാസിറ്റി. yield per unit drawdown എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്പെസിഫിക്.
അടുത്ത ചോദ്യം, ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ് ഇൻക്ലൂഡ്സ് ഡിസിപ്പേഷൻ ഓഫ് എനർജി ഫ്ലോ downstream of hydraulic structures, the maintenance of high water levels in channels, the mixing of chemicals for water purification, all of this. ഹൈഡ്രോളിക് ജമ്പിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ഡിസിപ്പേഷൻ ഓഫ് എനർജി ഉണ്ട്, ഹൈ വാട്ടർ ലെവൽ ഇൻ ചാനൽസ് ഉണ്ട്, മിക്സിംഗ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. സോ നമ്മുടെ LSGD ഗോൾഡ് ബാച്ച് അടുത്തത് നമ്മൾ ഒക്ടോബർ 24 നെക്സ്റ്റ് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോങ് ടേം ആയിട്ട് LSGD എക്സാം അതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഹാർബർ എക്സാം വരുവാണെങ്കിൽ അതും യൂസ്ഫുൾ ആയിരിക്കും. സോ എക്സാംസിന്റെ ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഈ ഒരു ക്ലാസ്സസ് യൂസ്ഫുൾ ആയി മാറും. ഇഫ് യു വാണ്ട് ടു എൻറോൾ വിത്ത് us, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഫോം ഫിൽ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിഗാർഡിംഗ് എക്സാം പ്രിപ്പറേഷൻ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ask now. In last days of the session ആണ് നിങ്ങൾക്ക് റിഗാർഡിംഗ് എക്സാം എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം ലൈവില് കുറെ പേര് ബുക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബുക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് PYQs ചെയ്യണം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ചെയ്യണം, അതുപോലെ തന്നെ SSCയുടെ ചെയ്യണം, IES ചെയ്യണം. ഓക്കെ, ഗേറ്റിന്റെ പറ്റുന്ന അത്രയും. ഗേറ്റ് ഒത്തിരി ചെയ്തില്ലെങ്കിൽ ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി ഗേറ്റിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ കമ്മിങ് ടു ദ സ്റ്റേറ്റ് എക്സാംസിന്റെ A ലെവലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയ ബുക്ക്ലെറ്റ് നമുക്ക് B4 സിവിലിന്റെ ബുക്ക്ലെറ്റ് നല്ലതാണ്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ചെയ്ത് പഠിക്കും, സൊല്യൂഷൻ എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ഒരു ബുക്കാണ്, അത്യാവശ്യം എറർ ഫ്രീയും ആണ്. പിന്നെ നിങ്ങൾക്ക് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ IES എക്സാമിന്റെ പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് IES മാസ്റ്ററിന്റെ പബ്ലിക്കേഷൻസും എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും എടുക്കാൻ പറ്റും. ഒന്നെങ്കിലും ADC, ഇത് രണ്ടും നല്ലത് തന്നെയാണ്. ആസ് പെർ യുവർ ചോയ്സ് നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ GK പബ്ലിക്കേഷൻസിന്റെ ബുക്ക് എല്ലാം തന്നെ നല്ലതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്റ്റേറ്റിന്റെ JE എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് കൊണ്ട് പബ്ലിക്കേഷൻ ഉണ്ട്. ജെയുടെ ഒരു 4 വോളിയം ഉണ്ട്, എയുടെ 2 വോളിയം ഉണ്ട്. ബുക്സ് എല്ലാം വാങ്ങിച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഈ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുവിധം ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ 10, 400, 500 ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ യു വിൽ ബി മാസ്റ്ററിംഗ് ദ കോൺസെപ്റ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. സോ ആ ബുക്ക് വളരെ നല്ലതാണ് കേട്ടോ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ബുക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്, അതുപോലെ B4 സിവിലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ ബുക്ക്, ദെൻ IES മാസ്റ്റർ അല്ലെങ്കിൽ ADC പബ്ലിക്കേഷൻസിന്റെ ബുക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് GK പബ്ലിക്കേഷൻസ്. ഇത് പറ്റുന്നത്രയും പർച്ചേസ് ചെയ്യുക. ബാക്കി നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തൊക്കെ പഠിക്കാവുന്നതാണ്. ലൈക്ക് പഠിക്കാം, എന്തായാലും ഇതൊക്കെ ചെയ്യാം കേട്ടോ. സോ വേറെ ഒന്നും ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. അപ്പം LSGD നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു, ഫ്രീ ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു, 5 days ആയിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് എന്നത്തോടു കൂടി. അപ്പൊ 5 ദിവസം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു വോണ്ട് ടു എൻറോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. യു ക്യാൻ വാച്ച് ഡെമോ ക്ലാസ്സസ് ആൻഡ് വൺസ് യു ഗെറ്റ് കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സ്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു want to know more about our courses, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ